ഹലോ, എന്താ പരിപാടി? ഇന്നിപ്പോൾ എത്രാമത്തെ തവണ വെയിറ്റ് ചെക്ക് ചെയ്യണേ? പിന്നെ വെയിറ്റ് ചെക്ക് ചെയ്യണ്ടേ? വെയിറ്റ് ചെക്ക് ചെയ്യണം, പക്ഷെ ഇങ്ങനെയല്ല ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാന്ന് പറഞ്ഞുതരുന്ന നമ്മളെപ്പോഴും വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റിട്ട് വാഷ്റൂമിൽ പോയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും സെന്ററിലോ ജിമ്മിലോ ഒക്കെ പോയിട്ടാണ് വെയിറ്റ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് മാത്രം ഒരു തവണ മാത്രം വെയിറ്റ് ചെക്ക് ചെയ്യും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും പല വെയിറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, അത് നമ്മുടെ വെയിറ്റ് ലോസിനെയും ബാധിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെയധികം. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ വെയിങ് മെഷീൻ്റെ താഴത്ത് 4 ബുഷുകൾ ഉണ്ടായിരിക്കും. ഈ 4 ബുഷുകളും ഒരു ടൈലിൽ വരുന്ന രീതിയിൽ വേണം ഇത് പ്ലേസ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ വെയിറ്റ് വേരിയേഷൻ കാണിക്കും. ഇനി അതുപോലെ തന്നെ എല്ലാ വീടുകളിലും ടൈല് അതുപോലെ മാർബിളൊക്കെ ആയിരിക്കും. ഇത് രണ്ടും ആണെങ്കിലും ഒരൊറ്റ പീസിൽ തന്നെ വരണം. 2 ബുഷ് ഇപ്പുറത്തെ ടൈലിൽ, 2 ബുഷ് അപ്പുറത്തെ ടൈലിൽ, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെയിറ്റിൽ വേരിയേഷൻ കാണിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് ഒരു ടൈലിൽ വെയിറ്റ് നോക്കി നാളെ മറ്റൊരു ടൈലിൽ വെച്ച് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ വെയിറ്റിൽ വേരിയേഷൻ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ആ ഒരൊറ്റ ടൈലിൽ തന്നെ വെയിങ് മെഷീൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതെനിക്ക് അറിയണ്ടായിരുന്നില്ല ചേട്ടാ, ഇതൊരു പുതിയ അറിവായിരുന്നു. താങ്ക് യു ചേട്ടാ.